മക്കളെ ഉണ്ണി 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 ഉണ്ണിയോ? അതാരാ? ആരാ? ഉണ്ണി അറിയോ? എനിക്ക് തോന്നുന്നു മറ്റേ സൈനസ് അബ്ദുള്ളയിലെ ഉണ്ണിയമ്മ. അത് ആ അമ്മമ്മയാണോ? മീനമ്മ. മീനമ്മ. മീന് എനിക്കും വേണം. മീനമ്മ. ഇട്ടായില്ല മീൻ. മീനമ്മ. ആ ഹായ് പേര്. അയ്യോ പറഞ്ഞോ ആന്റി, എന്നാ പറ്റി? എന്റെ ഉണ്ണിക്കുട്ടനെ അന്വേഷിച്ച് വന്നത്. അത് ഇവിടെ താഴെ ഒരു പിന്നെ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്ത് കണ്ടുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോരെയോ? ഇവിടെ പറഞ്ഞിട്ട് എന്താ അമ്മ കാര്യം? എന്റെ ഉണ്ണിക്കുട്ടനുണ്ടല്ലോ, പണ്ട് എന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയി. പണ്ട് പോയതാണോ? ഓ 3 വയസ്സുള്ളപ്പോ. 3 വയസ്സാണോ വരുന്നത്? ഓ എന്റെ പിള്ള ഉണ്ടല്ലോ, അവനെ ഞാൻ എന്നും എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വിടുവേ. അപ്പൊ അവൻ മുറ്റത്ത് കിടന്ന് കളിക്കും. അങ്ങനെ ഒരു ദിവസം എണ്ണ തേപ്പിച്ച് മുറ്റത്ത് കളിക്കാൻ വിട്ട്. അവന് പന്ത് ഭയങ്കര ഇഷ്ടം. എവിടെ പന്ത് കണ്ടാലും കളിക്കും. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട്ടിൽ കളിക്കാൻ പോയിട്ട് പന്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഒളിച്ചും വെക്കും. ഓ അങ്ങനെ ഒരു ദിവസം എണ്ണയും തേച്ച് വെളിയിൽ കളിക്കാൻ വിട്ടിരുന്ന് കാണാനില്ല. പിന്നെ എത്ര വർഷമായിട്ടുണ്ടാവും? കുറെ വർഷമായി. ആണോ? അല്ല അവന്റെ 3-ാമത്തെ വയസ്സിൽ കാണാതായത്. ഇപ്പൊ ഇവിടെ വന്നത് എന്താ വന്നിട്ട് കാര്യമില്ല. ആക്ച്വലി മാറിപ്പോയി. അല്ല, എന്റെ ഉണ്ണിക്കുട്ടനെ എനിക്ക് തിരിച്ചു കിട്ടി. കിട്ടിയോ? ഓ എന്റെ ഉണ്ണിക്കുട്ടനെ ഉണ്ണിച്ചേട്ടനെ കണ്ടില്ല എന്ന് പറഞ്ഞ ഇപ്പൊ കിട്ടി. അതല്ലേ ഇപ്പോഴും പുള്ളി എണ്ണ തേച്ച് വെളിയിൽ നിൽക്കുകയാണോ? അല്ല, എല്ലാ ഉണ്ണിക്കുട്ടൻ ആരെന്ന് അറിഞ്ഞൂടെ? ആര്? ഇല്ല. ആര്? ദോ ഇരിക്കുന്നു എന്റെ ഉണ്ണിക്കുട്ടൻ. അത് മണിക്കുട്ടൻ. അതെ, ഞാൻ എണ്ണ തേക്കാം. നിനക്ക് മണിക്കുട്ടൻ. പക്ഷേ 3-ാമത്തെ വയസ്സിൽ കാണാതായ എന്റെ ഉണ്ണിക്കുട്ടനാണ്. ആ ഉണ്ണി ഞാനല്ല. മക്കളെ അങ്ങനെ പറയല്ലടാ, മക്കൾ അങ്ങനെ പറയരുത്. എന്റെ ഉണ്ണിക്കുട്ടനാണത്, എന്റെ ഉണ്ണിക്കുട്ടൻ. എന്റെ ഉണ്ണിക്കുട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പച്ച കുത്തി വെച്ചിരിക്കണ കണ്ട. അതൊക്കെ സമ്മതിച്ചു. മീനമ്മയ്ക്ക് ആള് മാറിയതായിരിക്കും. ഇത് ഈ ആള് തന്നെയാണോ? നോക്കിയ ഗ്ലാസ് ഊരിയിട്ടുണ്ട്. എന്റെ ഉണ്ണിക്കുട്ടൻ തന്നെ ആയിരിക്കില്ല. അല്ലല്ല. ഇത്ര ഉറപ്പ് പറയാൻ എന്നാ പിന്നെ തെളിവ്? ഞാൻ പറയട്ടാ, എന്റെ ഉണ്ണിക്കുട്ടന്റെ ഇടത് കയ്യിലൊരു മറുകുണ്ട്. ഇടത് കയ്യിലും മറുകുണ്ട്. ഇടത് കളി ഇടത് കയ്യിൽ മറുകുണ്ടോന്ന്? ഇടത് കയ്യിൽ വാച്ചുണ്ട്. ഇടത് കയ്യിലൊരു മറുകുണ്ട്. ഇടത് കയ്യിൽ മറുക്. ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ ഒരു മറുക്? കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉണ്ണിക്കുട്ടൻ തന്നെ. ഒരിക്കലും അല്ല, പറയാൻ പറ്റത്തില്ല. അതൊരു മറുകുള്ളവരൊക്കെ ഉണ്ണിക്കുട്ടാവൂല. അതെ, അത് പറയാൻ പറ്റില്ല. വേറെന്തെങ്കിലും ഞാൻ പറയട്ടാ, അവന്റെ ചന്തയിൽ ഇവിടെ ഒരു വെട്ടുണ്ട്. അതെല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടോ ഇല്ലേ? അവൻ പറയട്ടെ, ഉണ്ടോ ഇല്ലേന്ന് അവൻ പറയട്ടെ. എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. അല്ല അമ്മ, വെട്ടെന്ന് പറഞ്ഞ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? ഇങ്ങനെ എല്ലാവർക്കും നീ അത് പറയണത്? അല്ല, അത് അവള് പറഞ്ഞ കേട്ടോ. ഇങ്ങനത്തെ വെട്ട എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അങ്ങനല്ല, മുറിഞ്ഞ പാടുണ്ടെന്നാണ്. ഇല്ല ഇല്ല ഇല്ല, ഉണ്ട്. അല്ല, അറിയാതെ പോയതായിരിക്കും. ചെറുതിലായതാണല്ലേ? ഓ ചെറുതിലായത്, ചെറുതിലായതാണ്. ഇല്ല അമ്മ, അമ്മക്ക് തെറ്റിയതാണ് അമ്മ. അന്ന് മുതൽ ഞാൻ അന്വേഷിക്കണ കേട്ടാ. അപ്പൊ ഇവൻ ചെറുതിലെ ഒരു ദിവസം ഞാൻ നമ്മളെ സത്യമാഷിന്റെ മറ്റേ കായംകുളം കൊച്ചുണ്ണി സിനിമ ടിവിയിൽ നടക്കണം. അപ്പൊ ഞാൻ അത് കണ്ടോണ്ടിരുന്നപ്പോ എന്റെ കാലിൽ എന്തോരോ അനങ്ങണം. ഞാൻ നോക്കിയപ്പോ 3 വയസ്സുള്ള എന്റെ പിള്ള ഒരു ചെറിയൊരു കത്തി ഉണ്ടല്ലോ, അത് എടുത്തു വെച്ച് ഇങ്ങനെ ആക്കണം എന്റെ കാലിൽ. അന്നേ എനിക്ക് അറിയായിരുന്നു എന്റെ പിള്ള ഒരു കായംകുളം കൊച്ചുണ്ണി ആവുമെന്ന്. അതേപോലെ ഞാൻ അന്ന് കണ്ട് ടിവിയില്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കാണാതെ പോയ ഉണ്ണിക്കുട്ടനാണെന്ന്. അന്ന് മുതൽ ഞാൻ പുറകെ ഉണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ഇവിടെ നടത്തി നോക്കാം. അമ്മയുടെ മോനാണ് ഇതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചില കാര്യങ്ങള്, അല്ല മോന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. എനിക്കറിയാം. അപ്പൊ ചിലത് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ അമ്മ പറയുമല്ലോ. ഞാൻ പറയാം. അപ്പൊ ഞാനത് ഇവിടെ ചോദിക്കുമ്പോ എന്താന്നുള്ളത് നീ ഒന്ന് എഴുതിയാ മതി അവിടെ. ഒരു സെക്കൻഡ് അമ്മ, ഇത് കള്ളമാണെങ്കിൽ നേരത്തെ ധനുഷ് ഇതേപോലെ അനുകരിച്ചു വന്നിരുന്നു, ഷാറുഖ് ഖാൻ ഇതേപോലെ അമ്മയാണെന്ന് പറഞ്ഞു ഭയങ്കര കേസാവും. ഒരു കുഴപ്പമില്ല, ഞാൻ ഉള്ളത് തന്നെ പറയാം. അതെ, പുള്ളിക്കാരത്തി ഇത്രതായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അതും കൂടെ നോക്കിയേക്കാം. ഞാൻ അങ്ങോട്ട് ചോദിക്കും, അത് ഇവിടെ ഇദ്ദേഹം എഴുതും. അമ്മ പറയുന്ന ഈ മോന് ഇഷ്ടമുള്ള ആഹാരം, ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ചെറുതായിരുന്നപ്പോഴല്ലേ? ഒരു മിനിറ്റ് ആദ്യം അവൻ എഴുതട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന സാധനം എഴുതി ആ വാക്ക് കറക്റ്റ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാന്ന് എഴുതിക്കോ. അമ്മ പറ. അമ്മ ഉണ്ണിയപ്പം നോടെ. അയ്യോ, ഉണ്ണിയപ്പം
ഉണ്ണിയപ്പം തന്നെ എഴുതിയത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ള തന്നെ. ഒരു മിനിറ്റ്, ഒരു ചോദ്യം കൂടെ. മോൻ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അറിയാവോ? ഇത് കണ്ടുപിടിക്കില്ല. ഇത് കണ്ടുപിടിക്കില്ല. അതാണ് അങ്ങനെ എഴുതി. പറഞ്ഞോ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ അത് തന്നെ ആ പാട്ടല്ലേ? ചെറിയ അക്ഷരത്തിന്റെ ഓലത്തുമ്പത്തുന്നേ ഉള്ളൂ. കണ്ട അതെ അതെ അമ്മയുടെ മോൻ. കണ്ട എന്റെ മോനാണ് എന്റെ മോൻ. ഉണ്ണിക്കുട്ട വാട പോവാ, എവിടെ? വീട്ടിൽ പോവാം. ഇത് വിഷയാവും. കാരണം നമ്മൾ ചോദിച്ച 2 ടെസ്റ്റ് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനി പുറത്തിറങ്ങി സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞ് കേട്ടോ ഇതായി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക ആൾക്കാർ. വീട്ടിൽ എറിഞ്ഞ എന്ത് പ്രശ്നം എന്നാണ് ഞാൻ അതാണ് അത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത ഒഴിവാക്കാൻ ഒഴിവാക്ക്. ഒരു 1,00,000 രൂപ നമുക്ക് പറഞ്ഞു നോക്കാം. 1 രൂപ പറഞ്ഞു നോക്കാം. മേക്കപ്പ് പട്ടണ ഷായൊക്കെ വിളിച്ച് എന്നെ പോലെ തന്നെ മേക്കപ്പ് ചെയ്ത് വിട്ടാലോ? മണിക്കടി ചേട്ടാ അതൊന്നും വേണ്ട. സീനാട്ടോ. ഒന്ന് പറഞ്ഞു നോക്കാം. ശരി ശരി ഇറങ്ങി തിരിഞ്ഞാൽ നിനക്ക് നാണക്കേടായി പോകുന്നു. ശരി ശരി. അമ്മ പക്രു ചേട്ടൻ പറ. അല്ല 3 വയസ്സിൽ പോയല്ലോ. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇവനെ വളർത്തിയതും മറ്റേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നോക്കിയ ഇപ്പോഴുള്ള അമ്മയാണല്ലോ. അപ്പൊ ആ അമ്മയെ വിഷമിപ്പിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് സമ്മാനമായിട്ട് ഒരു 1,00,000 രൂപ തരാം. ആ 1 രൂപ വാങ്ങി സന്തോഷമായിട്ടിരിക്കുക. 1,00,000. അയ്യോടി മനമേ, 1,00,000 രൂപ. കഴിഞ്ഞ ദിവസം ഉണ്ണിമോൻ തരി 2,00,000 രൂപ അന്ന്. നിങ്ങളെ ഇൻഡസ്ട്രിയിൽ അറിഞ്ഞാലുണ്ടല്ലോ നിനക്കാണ് നാണക്കേട്. എന്റെ നമ്പർ ഏറ്റില്ലേ? ഒരു മിനിറ്റ്, എന്താ പറഞ്ഞത്? ആഹാ, അപ്പൊ ഇത് പലയിടത്തായിട്ട് അല്ല അത് അങ്ങനല്ല. എങ്ങനെയല്ല ഞാൻ ഇത്രയും നാൾ ഒറ്റയ്ക്കല്ലേ ജീവിച്ചത്. അതുകൊണ്ട് അപ്പൊ ഉണ്ണിമൂന്നിന്റെ അടുത്ത് പോയി പറഞ്ഞ എന്തുവാ? ഉണ്ണിമൂന്നിന്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ 2,00,000 രൂപ ഒന്നും പറഞ്ഞില്ല. 2,00,000 രൂപ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലെന്നോ? പോലീസിനെ വിളിക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ പറയാം. വിടില്ലേ? ഞാൻ എല്ലാം പറയാം. എന്തെന്ന് വെച്ചാൽ ഞാൻ നടന്നത്, ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോഴേ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയുള്ള